നമസ്കാരം. നമസ്കാരം. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ഇന്ന് BJP സംഘടിപ്പിച്ച അയ്യപ്പ ജ്യോതി അക്ഷരാർത്ഥത്തിൽ ഭക്തരുടെ വികാരങ്ങളുടെ കടലായി മാറുകയായിരുന്നു. സ്വർണ്ണക്കുള്ള വിഷയം CBIക്ക് കൈമാറുക, സുപ്രീം കോടതിയിൽ സർക്കാർ സമർപ്പിച്ചിരുന്ന മുൻ സത്യവാങ്മൂലം മാറ്റി വിശ്വാസികൾക്ക് അനുകൂലമായ പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കുക, ശബരിമല പ്രക്ഷോഭകാലത്ത് വിശ്വാസികൾക്കെതിരെ എടുത്ത കള്ളക്കേസുകൾ റദ്ദു ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്കും ദേവസ്വം ബോർഡിനും സമീപത്തായി BJPയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അയ്യപ്പ ജ്യോതിയിൽ ആയിരങ്ങളാണ് അണിചേർന്നത്. അതിവൈകാരിക രംഗങ്ങൾക്കാണ് സംഗമം സാക്ഷ്യം വഹിച്ചത്. കണ്ണുകളിൽ ഈറൻ അണിഞ്ഞുകൊണ്ട് ശബരിമല പ്രക്ഷോഭകാലത്തെ ആവേശം ഒട്ടും ചോർന്നു പോകാതെ വനിതകളുടെ സാന്നിധ്യം കൊണ്ട് പരിപാടി ശ്രദ്ധേയമായി. ദൃശ്യങ്ങളിലേക്ക് കടക്കാം. വളരെ ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗത്തിന്റെ ആവശ്യകതയില്ല. എന്നാൽ നമ്മൾ എത്രയോ സമരങ്ങൾ ശബരിമലയിലെ ആചാരത്തെ തകർക്കാൻ പരിശ്രമിച്ചപ്പോൾ നമ്മൾ ഓരോരുത്തരും വീട്ടിൽ നിന്ന് കിട്ടിയ വസ്ത്രങ്ങൾ കയ്യിലെടുത്തുകൊണ്ട് നമുക്ക് ആരെങ്കിലും കഴിക്കാൻ ഭക്ഷണം തരാൻ റോഡിൽ ഉണ്ടാകുമോ എന്ന് ആലോചിക്കാതെ, ഏത് സ്ഥലത്തായിരിക്കും നമുക്ക് കിടന്നുറങ്ങേണ്ടി വരിക എന്ന് ചിന്തിക്കാതെ, നമ്മൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ മുഴുവൻ അമ്മമാരും വീട് വിട്ട് പുറത്തിറങ്ങിയ ഒരു ചരിത്രം ഈ കേരളത്തിന്റെ മണ്ണിലുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഒരൊറ്റ ലക്ഷ്യം മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ. കാരണം ശബരിമലയിലെ അയ്യപ്പസ്വാമി എന്ന് പറഞ്ഞാൽ നമുക്ക് അതൊരു രാഷ്ട്രീയമായിരുന്നില്ല. നമ്മൾ ഓരോരുത്തരും ഈശ്വരീയമായിട്ടുള്ള സാധനാക്രമം അറിയാവുന്ന രീതിയിൽ മനസ്സിലാക്കുകയും പഠിക്കുകയും അതിനനുസരിച്ചുകൊണ്ട് ഭഗവാനെയും ഭഗവതിയെയും എങ്ങനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കണമെന്നും ആചാരത്തെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവർ നമ്മുടെ നാടിന്റെ അല്ലെങ്കിൽ ഈശ്വരീയതയുടെ സംസ്കാരത്തെ അത് നമ്മിലേക്ക് പകർന്നു തരാൻ നമ്മളെക്കാൾ കൂടുതൽ അറിവും പ്രാപ്തിയുമുള്ള നമ്മുടെ സങ്കല്പങ്ങളെ കുറിച്ച് നമ്മുടെ വരും തലമുറയ്ക്ക് കൂടി പകർന്നു കൊടുക്കാൻ കഴിവും പ്രാപ്തിയുമുള്ള ആളുകളുടെ വാക്കുകൾ കേട്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയാണ് ഓരോ ക്ഷേത്രങ്ങളും നിലനിന്ന് മുന്നോട്ട് പോകുന്നത് എന്ന് പറയാൻ സാധിക്കുന്നവരുടെ നമ്മുടെ കൂട്ടത്തിൽ ഇഷ്ടം പോലെ ആളുകൾ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിനകത്തുണ്ട്. അവരിൽ ഒരുപക്ഷെ ഒരാൾ പോലും രാഷ്ട്രീയം നോക്കിക്കൊണ്ടല്ല അയ്യപ്പന്റെ വിശ്വാസത്തെ നെഞ്ചേറ്റിയിട്ടുള്ളത്. ഒരു വലിയ മാധ്യമ പ്രവർത്തകൻ, എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, അന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീമാൻ ശ്രീധരൻ പിള്ളയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ കോർ കമ്മിറ്റി യോഗം ചേർന്നില്ല, നമ്മൾ ആലോചനാ യോഗം നടത്തിയില്ല, പാർട്ടിയുടെ നയം എന്താണ് എന്ന് ഏകീകരിക്കപ്പെട്ടില്ല, ചർച്ചകൾ നടന്നില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഉൾപ്പെടെ 2-3 ആളുകൾ മാത്രം ഇരിക്കുന്ന ഒരു വേദിയിൽ വെച്ചുകൊണ്ടാണ് നമുക്ക് തീക്ഷ്ണമായിട്ടുള്ള സമര പോരാട്ടം ഇവിടെ അമ്മമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും അതിന് സർവാത്മന പിന്തുണ അന്നത്തെ സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ള ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിലൂടെയാണ്, ഒരൊറ്റ വാക്കിലൂടെയാണ് നമ്മുടെ പ്രസ്ഥാനം മുന്നോട്ട് പോയത്. ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഈ ചർച്ചയിൽ വന്നിരിക്കുന്നത്? നിങ്ങളുടെ പാർട്ടി നയം രൂപീകരിച്ചിട്ടുണ്ടോ? ഞാൻ ആ ചർച്ചയിൽ പങ്കെടുക്കാൻ പോയ ആളാണ്. ഞാൻ അതിന് മറുപടിയായിട്ട് പറഞ്ഞത്, ക്ഷേത്രങ്ങളിൽ ഈശ്വരൻ ദേവനോ ദേവിയോ ആ ക്ഷേത്രങ്ങൾക്കകത്ത് ചൈതന്യം പകർത്തിക്കൊണ്ട് ആ വിശുദ്ധിയോടുകൂടി ഇരിക്കുന്നുണ്ടെങ്കിൽ, ആ ചൈതന്യത്തെ ഞങ്ങൾ ഹൃദയത്തിലേക്കിയിട്ടുണ്ടെങ്കിൽ, പാർട്ടിയുടെ യോഗം ചേർന്നിട്ട് വേണ്ട ആ ഭഗവാന്റെയും ഭഗവതിയുടെയും ആചാരക്രമത്തെ കുറിച്ച് സംസാരിക്കാൻ ഇവിടുത്തെ ഓരോ അമ്മമാർക്കുമെന്ന് അന്ന് ആ മാധ്യമ പ്രവർത്തകരോട് പറയാൻ സാധിച്ചു എന്നുള്ളതാണ്. ആ ഒരു സാഹചര്യം നിങ്ങൾ ഓരോരുത്തരും ഓർക്കുന്നുണ്ടാകും. പിന്നെ നമ്മൾ കാണുന്നത്, നമ്മൾ നിലയ്ക്കൽ വരെ പോയി, നമ്മൾ പമ്പ കടന്നു. എവിടെ വരെയാണോ 50 വയസ്സിന് താഴെയുള്ള ഓരോ സഹോദരിയും എത്താൻ ആഗ്രഹിക്കുന്നത് ആ മേഖലകളിലേക്കെല്ലാം നമ്മൾ കടന്നു ചെന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV AIDS സംബന്ധമായ സംശയങ്ങൾക്ക്
1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.